ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞത് നമ്മുടെ മുന്നിലിരിക്കുന്ന 100-350 ഒരു വീഡിയോ ആയിട്ടാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ ഇതിൻ്റെ ചെയിനും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആൻഡ് ലൂബ് ചെയ്തിട്ട് സെറ്റ് ആക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഒരു ബഡ്ജറ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നിലവിലുള്ള ചെയിൻ്റെ ഒരു അവസ്ഥയും കാര്യങ്ങളാണ് ഇത്. അപ്പോൾ അത്യാവശ്യം ഒരു മഴ സമയമാണ് ഇപ്പോൾ, പിന്നെ നമുക്ക് ലൂബും കുറവാണ് ചെയിനിൽ. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു ബഡ്ജറ്റിൽ നമ്മൾ വീട്ടിൽ തന്നെ ഒന്ന് ക്ലീൻ ആക്കി അടിപൊളിയാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്, വേറെ നല്ലൊരു ഓണർഷിപ്പ് റിവ്യൂ ഒക്കെ. അപ്പോൾ അത് കാണാത്തവർക്ക് നമ്മുടെ ചാനലിൽ പോയി ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ലൂബ് ചെയ്യാൻ എടുത്തേക്കുന്ന ചെയിൻ ലൂബ് എന്ന് പറയുന്നത് റോൾ ഓൺ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്, ഒരു 150 ml. അപ്പോൾ ഏകദേശം ഒരു 160 രൂപയുടെ അടുത്താണ് വില വരുന്നത്. അപ്പോൾ ഈ റോൾ ഓൺ എന്ന് പറഞ്ഞ കമ്പനി കേൾക്കുമ്പോൾ തന്നെ പലർക്കും അറിയാൻ പറ്റും, ചെയിനിൻ്റെ ഒരു മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ റോൾ ഓൺ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എടുത്തേക്കുന്ന ഡീസലാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാങ്ങിച്ചപ്പോൾ അതിനകത്ത് ബാക്കി വന്നൊരു ഡീസലാണ്, നമ്മൾ കന്നാസിലാക്കി വെച്ചതാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ക്ലീനിങ്ങും ബാക്കി പരിപാടിയൊക്കെ ചെയ്യണത്. പിന്നെ നമ്മളൊരു പാനും അതുപോലെ 2 പഴയ ബ്രഷും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡീസൽ നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ ഈ പാനിലിട്ടിട്ട് നമ്മുടെ ബ്രഷും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാനാണ് നമ്മളിന്ന് പോണത്. അപ്പോൾ നമ്മൾ പാൻ എടുത്തതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ ഡീസൽ അതിനകത്ത് ഒഴിച്ചിട്ട് നമുക്ക് മുക്കി ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഡീസൽ ആവശ്യമുള്ളത് എടുത്താൽ മതി, പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നീട് എടുത്താൽ മതി. കാരണം എല്ലാ ഡീസലും കൂടി അതിനകത്ത് ഒഴിച്ചിട്ട് വെറുതെ നശിപ്പിച്ച് കളയണ്ട. അതുകൊണ്ട് നമുക്ക് ആവശ്യാനുസരണം എന്തോരം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കുക. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല, നമ്മുടെ ബ്രഷ് വെച്ചിട്ട് ഡീസലിൽ മുക്കിയിട്ട് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എല്ലാ ഇടയിലും മുക്കിലും മൂലയിലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നമ്മൾ 2 ടൈപ്പിലുള്ള ബ്രഷ് എടുത്തത്. അപ്പോൾ ഈ പെയിൻ്റ് അടിക്കുന്ന ബ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സ്പ്രോക്കറ്റിൻ്റെ വലിയ സ്പ്രോക്കറ്റിൻ്റെ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇടയിലും അതുപോലെ മുക്കിലും മൂലയിലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ പഴയ ഒരു ഉപയോഗശൂന്യമായ പല്ല് തേക്കണ ബ്രഷാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ 2 ബ്രഷും വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും ഡീസൽ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഡീസൽ വാഷ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഡീസൽ വാഷ് ചെയ്യുമ്പോൾ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡീസലാകുമ്പോൾ നമുക്ക് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് യൂസ് ചെയ്യുക. പിന്നെ റേറ്റ് അത്യാവശ്യം കുറവാണ്. അപ്പോൾ പെട്രോളൊന്നും ഇട്ടാരും വാഷ് ചെയ്യാൻ നിൽക്കരുത്, കാരണം പെട്രോളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓറിങ്സിനൊക്കെ കംപ്ലയിൻറ്റ് വരാനൊക്കെ ആയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം ഡീസൽ യൂസ് ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടിയുടെ ചെയിൻ ആൻഡ് ചെയിൻ സ്പ്രോക്കറ്റ് അത്യാവശ്യം ക്ലീനും നീറ്റുമായിട്ടിരിക്കും. കാരണം അതിൻ്റെ ഇടയിലൊക്കെ മണ്ണും പൊടിയും ചെളിയൊക്കെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചെയിനിൻ്റെയും ചെയിൻ സ്പ്രോക്കറ്റിൻ്റെയും ലൈഫിനെ അത് ബാധിക്കും. അപ്പോൾ ഒരു 15,000 കിലോമീറ്ററിൻ്റെ ഇടയിലൊക്കെ ഇതുപോലെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്കപ്പോൾ ഒരുപാടധികം ചെയിൻ ക്ലീനേഴ്സൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഡീസൽ ഉപയോഗിച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം റേറ്റ് കുറവിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ ആ ഡീസൽ വാഷിംഗ് കഴിഞ്ഞിട്ടുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുറത്ത് വെച്ചാണ് ചെയ്തത്. അപ്പോഴേക്കും മഴ പെയ്തുകൊണ്ട് ഞങ്ങൾ കാർ പോർച്ചിലോട്ട് കയറ്റിയതാണ്. അത്യാവശ്യം ഇപ്പോൾ ഇതേ കരിയും കാര്യങ്ങളൊക്കെ ഇളകി ഇതേ ഡീഗ്രീസ് ആയിട്ടുണ്ട്, നമ്മുടെ അലോയിലും ടയറിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് അത്യാവശ്യം അടിപൊളിയാക്കി തന്നെ ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ താഴത്ത് ടൈലും ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാം നല്ല ക്ലീൻ ചെയ്ത് നല്ല സെറ്റപ്പാക്കി എടുക്കാനുള്ളതാണ് നമുക്ക്. അപ്പോൾ നമ്മൾ ഡീഗ്രീസ് ചെയ്ത് നമ്മുടെ ഡീസലും അതുപോലെ ഓയിലിലെ അംശങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ സോപ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്, അലക്കണ സോപ്പ് പൊടി. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ ഡീസൽ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത പോലെ തന്നെ നമ്മുടെ ബ്രഷ് വെച്ചിട്ട് നമ്മുടെ ചെയിൻ ആൻഡ് ചെയിൻ സ്പ്രോക്കറ്റും അതേപോലെ നമ്മുടെ അലോയിലൊക്കെ തെറിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അലോയിലും ടയറിലും ഒക്കെ ക്ലീൻ ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ മൊത്തത്തിൽ നല്ല പുതുപുത്തം പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ചെയിൻ ആൻഡ് ചെയിൻ സ്പ്രോക്കറ്റ് ക്ലീൻ ചെയ്യുക. നമുക്ക് സോപ്പ് പൊടി ഇല്ലെങ്കിൽ ഷാമ്പൂവും അതുപോലെ സോപ്പൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇതിന് മുമ്പ് യൂസ് ചെയ്തത് സോപ്പ് പൊടിയാണ്. അപ്പോൾ നല്ലൊരു റിസൾട്ട് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾക്കും സോപ്പ് പൊടി തന്നെ സജസ്റ്റ് ചെയ്തതും നമ്മൾ ഈ വീഡിയോയിൽ സോപ്പ് പൊടി തന്നെ യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് തന്നെ സോപ്പ് പൊടി വെച്ച് ആ ഓയിലിൻ്റെയും ആ ഡീസലിൻ്റെയും കരി അംശങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചെയിൻ്റെ ക്ലീനിങ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ തെറിച്ചത് നമ്മുടെ ടയറിലും അലോയിലും പിന്നെ അതിൻ്റെ ഇടയിലൊക്കെയാണ്. അപ്പോൾ അവിടെയും കൂടി നമ്മൾ സോപ്പ് പൊടി വെച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സോപ്പ് പൊടിയൊക്കെ വെച്ച് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ നമുക്ക് വെള്ളം അടിച്ച് നമ്മുടെ ഓസിന് നല്ല പ്രഷറിലടിച്ച് എല്ലാം നല്ല നീറ്റാക്കി അടിപൊളിയാക്കി എടുക്കണം.
അപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ക്ലീൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ടയർ നമ്മൾ കൈവച്ച് കറക്കിയിട്ടാണ് ചെയ്യണത്. അപ്പോൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റണ അത്രയും അടിച്ച് ക്ലീൻ ചെയ്ത് സെറ്റപ്പാക്കി എടുക്കുക. അപ്പോൾ താഴെ തെറിച്ചിട്ടുള്ള ആ സോപ്പ് പൊടിയുടെ അംശങ്ങളും കൂടി ക്ലീൻ ചെയ്ത് കളയുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെന്നാനും വഴിക്ക് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ആ ചെയിനിൻ്റെ വൃത്തി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ആ വീഡിയോയുടെ തുടക്കവും ഇപ്പോഴും കാണുമ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ചെയിനൊക്കെ ഇപ്പോൾ നല്ല ഷോറൂം കണ്ടീഷൻ പോലെ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ അലോയും ടയറും കഴുകി അതും നല്ല പുതുപുത്തം പോലെ തന്നെ ആയിട്ടാണ്. അപ്പോൾ ഡീസൽ ഉപയോഗിച്ച് കഴുകുമ്പോഴൊരു ഗുണമാണ്, നമ്മുടെ ചെളിയും പൊടിയും എല്ലാം കരിയൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ എന്തായാലും നമുക്കിനി ഈ വെള്ളം ഉണങ്ങാനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെയിനും കാര്യങ്ങളൊക്കെ അതായത് നമ്മൾ കുറേ നേരം ഉണങ്ങാനായിട്ട് വെച്ച് ഇപ്പോൾ നല്ല ഉണങ്ങി സെറ്റായിട്ടുണ്ട്. കറക്റ്റ് വെയിലൊക്കെ അടിച്ച് ഇപ്പോൾ ഇവിടുത്തെ ആ ക്ലീനിങ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്തോരം വൃത്തിയായിട്ടുണ്ട് സംഭവം. നേരത്തെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥയും തമ്മിൽ. അപ്പോൾ വെള്ളം ഉണങ്ങിയിട്ടില്ലെങ്കിൽ മാക്സിമം ഉണങ്ങിയതിന് ശേഷം മാത്രം ലൂബ് അടിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു തുണി വെച്ച് തുടച്ച് അല്ലെങ്കിൽ ന്യൂസ് പേപ്പറൊക്കെ വെച്ച് തുടച്ച് നല്ലോണം ഉണക്കിയതിന് ശേഷം മാത്രം ലൂബ് അടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ തുടക്കത്തിൽ കാണിച്ച പോലെ നമ്മുടെ ലൂബ് ഇതേ റോൾ ഓൺ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. അപ്പോൾ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് നോർമലായിട്ട് ലൂബ് ചെയ്യണ പോലെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടല്ല ലൂബ് ചെയ്യണത്, കൈ വെച്ച് കറക്കിയിട്ടാണ്. കാരണം നമ്മുടെ ലൂബിൻ്റെ അറ്റത്ത് നമുക്ക് അതിനുള്ള ലെങ്ത്തുള്ള നീഡിലില്ല. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്യണ സമയത്ത് വിരലൊക്കെ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് പേരുടെ വിരലും കാര്യങ്ങളൊക്കെ ഇതുപോലെ പോയിട്ടുള്ളതാണ്. അപ്പോൾ എപ്പോഴും ചെയിനൊക്കെ ലൂബ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചും ശ്രദ്ധയോടുകൂടി മാത്രം ചെയ്യുക. കാരണം കൈ മുറിയാനും വിരൽ പോകാനൊക്കെ ഉള്ള ചാൻസാണ്. അപ്പോൾ നമുക്ക് എന്തോരം ചെയിനിൽ ലൂബ് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് അടിക്കുക. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ലൂബ് വെച്ചിട്ട് 2 തവണയൊക്കെ വണ്ടി ലൂബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യാനുസരണം അടിച്ചു വെക്കുക. ഓവറായിട്ട് ലൂബ് ചെയ്യാതിരിക്കണതും ഒരു ബുദ്ധിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മഴയും പൊടിയും ചെളിയൊക്കെ പെട്ടെന്ന് കയറി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളൊരു അളവിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ മാർക്കറ്റിൽ ധാരാളം അധികം ലൂബും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ തന്നെ റോൾ ഓണിൻ്റെ ലൂബ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി റിസൾട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇതിനെ യൂസ് ചെയ്തതും നിങ്ങൾക്ക് ഇപ്പോൾ ഇത് സജസ്റ്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ചെയിനിൻ്റെ ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള രീതിയിലാണ് ഈ ലൂബ് ഇറക്കിയേക്കണതും. അപ്പോൾ അത്യാവശ്യം അടിപൊളി ഒരു ലൂബ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞത് വണ്ടി സെറ്റായിട്ടുണ്ട്. ചെയിനിലൊക്കെ അത്യാവശ്യം ലൂബും കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കി. അപ്പോൾ ചെറിയൊരു ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ ആയിരുന്നു നമ്മുടെ 100ൽ ഒരു ചെയിൻ ലൂബ് ചെയ്യണത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ